गाइस वेलकम बैक टू आवर चैनल। बाजा की कौन नए पार्ट के साथ आ गए हैं यार, तो देखते हैं अब क्या होगा। और जो पुलिस वाला था वो भी इमोशंस में बह गया भाई, वो भी इन पांचों का पूरा सपोर्ट ले रहा और बोलते इसी वजह से मैं सुसाइड करा। और वो लास्ट में उसने बोला कि इसी वजह से तो हमने बिजनेस स्टार्ट किया था। तो देखते हैं कि पार्ट कैसा होगा। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। നമ്മള് പത്തി തോറ്റ എത്ര നന്നായില്ലടാ ആശിറേ. പിന്നെ അല്ല ജയിലിടിഞ്ഞ് വീണാലും നീ പുറത്തിറങ്ങില്ല. നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇനി എമ്മാതിരി വള്ളിക്കെട്ട് കേസുമായിട്ട് നീയൊക്കെ ഈ വഴി വന്നാ നിന്നെ നിന്റെ തന്തേനെ നടത്തി ആകത്തുള്ളൂ. കേട്ടല്ലോ? പഠിക്കാൻ പറ്റുന്നവരൊക്കെ പോയി പഠിക്കും, നോക്കാൻ പറ്റുന്നവരൊക്കെ നോക്ക്. വെറുതെ മനുഷ്യനെ ടെൻഷൻ ആക്കാനായിട്ട് और आप आपको पढ़ते भाव എനിക്കൊന്ന് കുറച്ചേരം ഒറ്റയ്ക്ക് ഇരിക്കണം. പോ. मेरे बच्चों को वैसे लुक्स दे रहे हैं. സാറേ ഞങ്ങളും ഇറങ്ങടാ വെളിയിൽ. ഇവിടെ പെട്ടെന്ന് ഇറങ്ങി പോയിട്ട കേസ് മറന്നതിന് പിന്നെ ചാനലടുത്ത് സംസാരിച്ചു. സാറേ, ഇത്രയും വർഷം ഞങ്ങളുടെ അച്ഛനമ്മമാർക്കില്ലാത്ത സ്നേഹമാണ് ഒറ്റ പ്രാവശ്യം കണ്ട സാറിന് ഞങ്ങളോട്. താങ്ക് യു. वाह, ये भी पूरा इमोशन. നിങ്ങൾ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. कैसा? ഇതിലും ഭീകരനായിരുന്നു. അങ്ങേരെ ഒറ്റ ഒരാൾ കാരണമാണ് ഈ വേണ്ടാത്ത ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഞാൻ ഇത്ര കലിപ്പൊന്നുമില്ല. ചെല്ല്. ശരി സാർ, പോവാം. ഓക്കെ. എവിടെ പോയാലും ആളും തരോ നോക്കി സംസാരിക്കണം. മേലെ इनको फर्क ही नहीं पड़ता भाई. इनके पापा जेल में भी आए थे, कोई स्कूटी में, कोई गाड़ी में, कोई रिक्शा में. विष्णु के पापा है गाड़ी में सबसे अमीर है. विष्णु के पापा है. അകത്തോട്ട് ഡോർ അടയ്ക്കടാ. കണ്ട മയക്ക് വരുന്ന ചെറുക്കാരൻ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഭാര്യയുണ്ട്. ഇനി വയസ്സാം കാലത്ത് ഇതിൻ്റെ പേര് ജയിലിൽ കിടക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഇനി നിന്റെ തലവട്ട എൻ്റെ വീടിൻ്റെ പരിസരത്ത് പോലും കണ്ടുപോരുത്. इससे ज्यादा क्या हो सकता है भाई. കേട്ടോ? इंजीनियर बनेगा. मुस्सा के पापा सबसे चिल. പാപ്പ, എനിക്ക് വണ്ടിയുടെ ചാവി ഒന്ന് വേണമായിരുന്നു. എന്തിനാടാ? വിഷ്ണുവിനെ വിളിക്കാൻ. यार है तो ये बहुत अच्छा है यार. विष्णु गुम हो गया क्या? എന്തായി कहीं चला गया वो शायद. എടാ കണ്ടോടാ? ഇല്ല ഞങ്ങൾ നോക്കുക. ഈ പന്ന ഇത് എവിടെ പോയി കിടക്കണം? വിളിച്ചിട്ടാ ഇവിടെ ഒന്നും ഇല്ല. അവനെ വിളിച്ചിട്ട് കിട്ടണല്ല. പോലീസ് സ്റ്റേഷൻ നോക്കിയിട്ട് അവിടെ ഇല്ല. വാ നോക്കാം. എടാ അവിടെ നോക്കിയാലോ? അല്ലടാ, അവിടെ അമ്പലത്തിന്റെ അവിടെ അവന്മാർ നോക്കില്ല. അപ്പ അറിയത്തില്ല. അവിടെ നോക്കാം. എടാ ഇറങ്ങി വേണം, നമുക്ക് ഇവിടെ സംസാരിക്കാം. ये अच्छा, ये कूदने के लिए ऊपर खड़ा है. ओ എടാ ആദ്യം പറഞ്ഞ നമ്മൾ സമ്മതിച്ച്. നീയും തോൽവിയാണ്, നമ്മളെല്ലാരും തോൽവിയാണ്. വാ. എടാ ഞങ്ങളെല്ലാം നിന്നോട് ഉണ്ടാ വാടാ. എന്നിട്ട് നീയൊക്കെ എന്നോട് ചിട്ടിച്ചു പോയില്ലേ? എന്നാ നിങ്ങൾ കയറുക, ഒരുമിച്ച് ആകാം. എടാ കോപ്പേ, നീ എങ്ങനെ എന്റെ മേളിൽ തോളത്തോട് ചത്ത? പോലീസ് നമ്മളെ പേരിൽ അന്വേഷിക്കും. നിന്റെ അച്ഛൻ രാധാകൃഷ്ണൻ ഇല്ലേ? അങ്ങനെ പറഞ്ഞു നടക്കും. നമ്മളെല്ലാം കൂടെ നിന്റെ കൊമ്പ് तुझे हमने मारा. പോട്ട് എല്ലാം മരുന്ന് നശിക്കട്ട്. ജീവിക്കണ്ട. എടാ നമ്മളെല്ലാരും നിന്റെ കൂടെ ഇല്ലേ? നീ ഒന്ന് താഴെ ഇറങ്ങി വാ. ഇല്ല. എടാ നീ എങ്ങാണ്ട് അവിടുന്ന് ചാടിയിട്ട് ചത്തില്ലെങ്കിൽ പാതി എത്ത നിന്നെ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ ചെന്ന നിന്റെ മുടി തൊട്ട് കാല് വരെ സ്കാനിങ്, എക്സ്റേ, പിന്നെന്തോ സർജറി എല്ലാം കൂടെ 1.5 അല്ല 10 ലക്ഷം രൂപ പോയി കിട്ടൂടാ. सही बात है. मत मत. കോമാ സ്റ്റൈൽ എങ്ങനെ ആയിപ്പോയി? അതിന്റെ വീട്ടുകാരെല്ലാരും കൂടെ കുത്തോളെടുക്കൂടാ. ഇനി ഭാഗ്യം കൊണ്ട് നീ ചത്ത് ആംബുലൻസ്, പന്തല്, കസേര, ചലമക്കാരടക്കം സഞ്ചയനം 16 बेचारा यार. എല്ലാം കൊണ്ട് ബാധ തോന്നിട്ട് ഫാമിലി മുടിയും. ഇറങ്ങി വാടാ. വാ. എടാ പിന്നെ നീ ചത്തേന്റെ പേരിൽ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഡിപ്രഷൻ എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. അതിൽ നിന്ന് കരകയറാൻ ഞങ്ങൾക്ക് ഒരു 2-3 വർഷമെങ്കിലും വേണ്ടി വരും. നീ അതെങ്കിലും ഒന്ന് ആലോചിക്ക്. താഴെ പാട മോനെ. എല്ലാം കൂടെ 4 നിന്റെ വീട്ടുകാരെ ഞങ്ങളും മറക്കും. ആർക്ക് നഷ്ടം? നിനക്ക് നഷ്ടം. വാ വാ വാ. जा रहा है कि नहीं? 3 കൊല്ലം ഡിപ്രഷൻ അടിക്കാൻ ഉള്ളതേ ഉള്ളല്ലടാ ഞാൻ നിനക്കൊക്കെ. ഇറങ്ങി വേണം. മലരതാണ്. എന്താണ്? എടാ നിന്റെ വീട്ടിലെല്ലാം പറഞ്ഞ് നമുക്ക് സെറ്റ് ആക്കാം. നീ ഒന്ന് താഴെ വാ. അവിടെ ഒരു കോപ്പ് സെറ്റ് ആവാൻ പോണില്ല. ആളിയെ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നീ ചാടിക്കും. ചാടി. वो कोई कूद ही नहीं जाए. പോലെ ഓക്കെ, ഞാനും പറഞ്ഞു. ചാടണ്ട. എന്നാ വാ.
शुगर है यार, दोस्त हो तो ऐसे हो यार। मतलब वो उसको केयर करते हैं उसकी, बट वो दिखा नहीं पाते। ഞങ്ങളും വരടാ. എടാ വേണ്ട, എനിക്ക് പറയാനുള്ള ഞാൻ ഒറ്റയ്ക്ക് പറയാം. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ പറയും, നീ റോയി പോ, നീ കയറി വെച്ച് ഞങ്ങൾ പോകുന്നു. ഈ ഫാനിലെങ്ങനെ തൂങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഫാൻ ഓഫ് ആക്കിട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ കറങ്ങി അടിക്കും. പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? പോ. പോങ്ങാൻ अंकल इसको दे ना डोज। അവന്റെ പുറകെ പോലീസുകാരും ഉണ്ടോ എന്ന് നോക്കടി. ഞാൻ ഒന്നും അറിഞ്ഞോണ്ട് ചെയ്തിട്ടില്ല അച്ഛാ. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? നിന്നോട് ഞാൻ പറഞ്ഞാണോ ഈ വീടിന്റെ പടി ഔട്ടിരുന്നു? ആണോ? यार अंकल भी बहुत ज्यादा हर्ट है वो भी। ഇനി അറിയാൻ ആരുമില്ല. എന്റെ പുതിയ പേരെന്താ നിനക്കറിയാവോ? കഞ്ചാവ് രാധാകൃഷ്ണൻ. वीडियो ഡെസിഗ്നേഷനാ. എഞ്ചിനീയറാകാൻ വിട്ടതാ. എന്നിട്ട് നാണമില്ലാതെ കയറി വന്ന് നിൽക്കുന്നു. ഇറങ്ങി പോടാ. അച്ഛാ ഞാൻ ഒന്നും അറിഞ്ഞോണ്ട് ചെയ്തിട്ടില്ല അച്ഛാ. എനിക്ക് അതിനകത്ത് എന്താണെന്ന് അറിഞ്ഞൂടായിരുന്നു. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ यार इसको क्या ही കൂട്ടുകാര് पता പറഞ്ഞു പഠിപ്പിച്ച് വിട്ടതായിരിക്കും. അല്ലല്ല അല്ല, ഞാൻ ഒരു പൊട്ടനാണ് നേരിടോളാം ഇതൊക്കെ വിശ്വസിക്കാൻ. നിന്നെ പോലുള്ളവന്മാർ ജീവിക്കേണ്ടത് ഇവിടെയല്ല, അറിയോ? ഇറങ്ങടാ വെളിയില്. അങ്ങനെ പറയരുത്. അവൻ പറഞ്ഞില്ല അവനൊരു അബദ്ധം പറ്റിയതാന്ന്. അബദ്ധം പറ്റിയത് ഇവനല്ലടി, എനിക്ക് നിനക്കുവാ, അറിയോ? अंकल तो बहुत ആകെ ज्यादा ही कर रहे കൂട്ടുണ്ടായിരുന്ന हैं। സമാധാനം മാത്രമാ, ഇപ്പൊ അതും പോയി. ഒന്നില്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ഇവൻ, ആരെങ്കിലും ഒരാൾ മതി ജീവനോടെ ഈ വീട്ടില്. നിങ്ങൾ എന്താ പറയുന്നത്? അവൻ നമ്മുടെ മോനല്ലേ? നിനക്കിട്ട് ആദ്യം തരേണ്ടത്. നീ ഒറ്റ ഒരുത്തിയാ ഇവനെ ഇങ്ങനെ വഷളാക്കിയത്, അറിയോ? ഇനി എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ. കുഞ്ഞുനാളിലെ മുതൽ നിങ്ങൾ തല്ലി പഠിപ്പിച്ച ഇവനെ ഇങ്ങനെ ആക്കിയത്. ഒരു നല്ല വാക്ക് നിങ്ങൾ അവനോട് പറഞ്ഞിട്ടുണ്ടോ? यार ഞാൻ ഇനിയും മിണ്ടോ? മതിയായി. ഇനി എന്റെ ഒരു ഒച്ച ഉണ്ടാക്കിയാലുണ്ടല്ലോ. ये क्या करा विष्णु? മോനെ, ये पागल हो गया है क्या? നിനക്കെന്നെ അടിക്കണോടാ? അടിയടാ, അടി, അടിയന്നെ. അവനെന്നെ അടിക്കട്ടെ, നീ അവിടെ മാറി നിൽക്ക്, അവൻ അടിക്കട്ടെ എന്നെ. എന്താ? यार राधा कृष्णा ने भी गलती करा, इसकी बीवी को भी मार दिया इसके पीछे। ये कहीं सब्जी को नहीं मरने जा रहा है। ओए ओए വിഷ്ണു यार നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന ചെക്കനാ. നിങ്ങളുടെ മക്കളുടെ തലവെട്ട് എന്ന് കണ്ടോ അന്ന് തീർന്നതാ. കൂടെ കൂടി നശിക്കണ്ടെന്ന് കരുതിയ അവിടെ കൊണ്ടാക്കിയത്. അവിടെ यार കുറച്ച് ജീവൻ ബാക്കിയുണ്ട്. അകത്ത് എന്ന് അതോടെ തീർക്കാൻ പറവന്മാരോട്. यार इतनी क्या नफरत है। നീയേ നശിച്ചു, മറ്റു പിള്ളേരുടെ ജീവിതവും കൂടെ നീ നശിപ്പിച്ചല്ലടാ. ഞാനല്ല പപ്പ. यार बच्चों को भी कैसे मार रहे हैं यार। ये बहुत बड़ा स्टेप लिया है विष्णु ने। इनका तो सब खत्म होने लग गया। ओ यार ये सब लोग ഈ फेल हो गए റിസൾട്ട് क्या? നീ പ്രതീക്ഷിച്ചിരുന്നോന്ന്? ഇല്ല. ആ എന്നാ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എടി അവന്റെ ചോറെടുത്ത ആ പശുവിനോട്. റിസൾട്ട് വന്നോ? എല്ലാത്തിനും പോയോ? ആ മുഴുവൻ പോയിട്ടില്ല അല്ലേ?
ചേട്ടൻ ഇങ്ങനെ വഴിപാട് നടത്തിയിട്ടും പേടിപ്പിച്ചിട്ടും കാര്യമില്ല കേട്ടോ. അവൻ പഠിച്ചാലേ അവൻ ജയിക്കുള്ളൂ. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ചായ എടുക്കട്ടെ? അവൻ്റെ ഒരു കൂട്ടുകാരൻ ബൈക്കിൽ നിന്ന് വീണു. ആര്? അജോയോ? അഡ്മിഷൻ കിട്ടാത്ത പയ്യനിലായിരുന്നു അവൻ. വിവേകോ? ഒന്ന് പോയി കണ്ടോളാൻ പറ. चलो अंकल का थोड़ा सा दिल वो हुआ है, अभी पढ़ने लग गया है ना. എങ്ങനെയുണ്ടോ? കുഴപ്പമൊന്നുമില്ലടാ, പക്ഷെ ഇവിടെ ആകുമ്പോൾ വലിയ പൈസ ആകത്തില്ല. सब ऐसे देख रहे हैं. ചായ കുടിച്ചോ? കുടിക്കാം. क्योंकि क्या ही पता था कि ठीक भी होगा कि नहीं. ഒരു സൈക്കിൾ പോലും ഓടിക്കാറിയത്ത് നീ ഇതിനിടെ ബൈക്ക് എടുത്തോണ്ട് പോയത്? പോടാ, അതൊക്കെ ഞാൻ പഠിച്ച. ഇത് പുതിയ ബൈക്കാണ്, ഗിയർ ഇട്ടപ്പം സ്ലിപ്പായി. ഇനിയിപ്പോൾ ഗിയർ ഇടാൻ പറ്റില്ലല്ലോ, കാലൊടിഞ്ഞില്ലേ. ഇനിയിപ്പോൾ ആ ബൈക്ക് എനിക്ക് തന്നെ. कितना मजाक करता है इतनी सीरियस सिचुएशन में. जो फर्स्ट सप्लाई फीलिंग एक्साइटेड. DC Vishwam Valentine Day with Daisy. Filling board at Poritrisri. Kalam finally became an engineer. Oh, BC engineer बन गया. Thank God, God please it. मन्नी का बार. Moving to Canada, new life, new job. 12th हमका meet. Yaar, designed to be, destined to be mine. यार इसकी BC की तो कितनी बढ़िया, इसको बच्चा भी होगा, बेबी बॉय. ഇതിൻ്റെ അകത്ത് കുറച്ച് ജോബ് വേക്കൻസി ഉണ്ട്. 2-3 ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ ഒന്ന് പോയി നോക്ക്, ഒക്കെ ഒന്ന് കിട്ടിയാലോ. ये लोग तो सच में भाई, शुक्र है दिमाग की बत्ती. ഇങ്ങനെ ഒരു ശരിയാവൂല. दिमाग की बत्ती तो जली. ഓംപ്ലേറ്റ് ഇല്ലാത്തോണ്ടാ. അല്ലടാ പിന്നെ. അതെ ലൈറ്റർ ലൈറ്റർ തന്നെ വന്നല്ലോ. ആ നിനക്ക് നേരത്തെ വല്ലതും വന്നൂടെ? എന്ത് ചെയ്യാനാടേ, അമ്മ കറക്റ്റ് സമയത്ത് അരി പൊടിക്കണമെന്ന് വീട്ടിൽ കൊടുക്കാനുള്ളത്. നമ്മളെ അവസ്ഥ ഇതുപോലൊക്കെ തന്നെ. എടാ ഞാൻ ജോലിക്ക് ശ്രമിക്കാനിട്ടല്ല, ഇത് क्या? കിട്ടണ്ടേ. അതാ പറഞ്ഞ सही बात है, शुक्र है എടാ दिमाग की നമ്മളിങ്ങനെ बत्ती എത്ര കാലം जली. വീട്ടുകാരെ ചിലവ് ജീവിക്കും? എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങേണ്ടി വരും. അതെ, എന്ത് തുടങ്ങാൻ? എന്തെങ്കിലുമൊക്കെ ചെയ്യടാ. എന്തേലും ഉടനെ തുടങ്ങിയില്ലെങ്കിൽ ആളുവിടെ നമുക്ക് ഒഴിക്കാം. അവസാനം നമ്മൾ നന്നാവാൻ क्या തീരുമാനിച്ചു, आजमाने की कोशिश നമ്മൾ करें. മാത്രമല്ല നന്നായത്. ചേട്ടായിരം എഞ്ചിനീയർ മോൻ വന്നല്ലോ. किसे ताने दे रहा സാറിന് ലീവ് കിട്ടില്ലാന്ന് വിചാരിച്ച. എന്താടാ ഉപ്പാ ഉപ്പാ ചിക്കൻ എടുത്ത് കഴിക്കാം. यार मुझसे आगे पापा ना बहुत പുഴക്കരയുടെ supportive സൈഡിൽ है. കിടക്കുന്ന സ്ഥലമില്ലേ, അത് ഇവന് കൃഷി ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ മതി, അവനൊരു വരുമാന മാർഗ്ഗമാവും. നിങ്ങൾ രണ്ടുപേരും കൂടെ സഹകരിച്ചു കഴിഞ്ഞാൽ അതങ്ങ് വേഗം ചെയ്യായിരുന്നു. എന്ത് കൃഷി? പഠിക്കാൻ വിട്ട സമയത്ത് പോയി പഠിച്ച് നല്ലൊരു ജോലി और വാങ്ങിയിരുന്നെങ്കിൽ लोन ले रहा है. ഇങ്ങനെ ഒരു ലോൺ എടുക്കാൻ നിനക്ക് എന്നെ കാല് പിടിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നല്ലോ. സാരമില്ല, और इसका ഇതൊരു क्या പാടായിട്ട് चल रहा है, ഇരിക്കട്ടെ. विष्णु का? और देखा जाए ना, अब सब कोशिश तो कर रहे जॉब की. अभी तक तो हम लोगों को यही दिखाया कि कैसे वो नकारा रहे, उन्होंने कोई काम नहीं करा है ना, यही देखने के लिए मिला है उनको. मतलब पुलिस स्टेशन तक जाएंगे, बट वो देखा जाए नकारा रहे गुड सेंस में, है ना.
उन्होंने वो गंदे काम नहीं कर रहे हैं अभी तक। जैसे कि वो मतलब नशे वाले में फंसे थे तो उसमें उनका कोई रोल था नहीं, वैसे है देखा जाए तो वो तो वहाँ पे थे बस खड़े, है ना। तो अभी तक अब देखते हैं कि क्लाइमेक्स सीन में क्या होगा और क्या ये बन पाएगी कुछ अपनी जिंदगी में। मतलब इससे ये पता लगता है कि हमें पीयर प्रेशर में आके या किसी के इन्फ्लुएंस में कुछ भी नहीं करना चाहिए, इंडिविजुअली चलना चाहिए। मतलब कहीं ना कहीं फ्रेंड्स वगैरह ये सब चीज़ें हमें कहीं ना कहीं फंसा देती हैं, तो मतलब इन सब चीज़ों से थोड़ा डिस्टेंस बना के चलना। जैसे अब इन लोगों का हुआ कि ये लोग कितना ज़्यादा फंस गए, तो ये सब चीज़ें कॉम्प्लिकेशंस आती रहती है। बट ये है कि इन जैसे फ्रेंड्स ना बहुत कम होते हैं, और अगर ऐसे दोस्त हो भी तो उनको जीवन में कभी नहीं छोड़ना चाहिए। तो गाइज आपको कैसा लगा हमारा रिएक्शन, कमेंट करके जरूर बताइएगा। अगर अच्छा लगे तो हमारी वीडियो को लाइक करिए, शेयर करिए, कमेंट करिए, और अगर इस चैनल पर न्यूज़ सब्सक्राइब। बाकी हम लोगों ने अपना इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया, अगर फॉलो करना चाहते हो तो कर सकते हो। बाय।